സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ചില മശായിഖന്മാര് പറഞ്ഞതായി കാണാം. ചില മശായിഖന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി കാണാം. സൂറത്തുൽ ഫത്ഹി ലിനൈലിൽ മത്ലൂബി വദഫഅ കുല്ലി മുസീബ. ഒരു പ്രധാനപ്പെട്ട ലിനൈലുൽ മത്ലൂബ്, ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാകാൻ, ആഗ്രഹം നടക്കാൻ, മുറാദ് ഹാസിലാകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മുസീബത്ത്, വിഷമങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, രോഗങ്ങൾ, അത് നീങ്ങാൻ വേണ്ടി 21 പ്രാവശ്യം സൂറത്തുൽ ഫത്ഹ് ഓതുക. അത് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം 41 പ്രാവശ്യം ഓതാം. ഫീ സലാസത്തി അയ്യാമി, 3 ദിവസക്കാലം. 3 ദിവസക്കാലം സൂറത്തുൽ ഫത്ഹ് ഓരോ ദിവസം 21 പ്രാവശ്യം, അതല്ലെങ്കിൽ 41 പ്രാവശ്യം. ആ ഖംസത്ത് അയ്യാം, 3 ദിവസം കൊണ്ട് പൂർത്തിയായില്ലെങ്കിൽ 5 ദിവസം ഓതാം. ഔ സബഅത, അല്ലെങ്കിൽ 7 ദിവസം. 7 ദിവസം കൊണ്ട് തീർച്ചയായും അവന്റെ ഉദ്ദേശം നടന്നിരിക്കും. നല്ല ഉദ്ദേശത്തോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ ഓതിയാൽ സൂറത്തുൽ ഫത്ഹ് ഓരോ ദിവസം 21 പ്രാവശ്യം ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഒരുപാട് പറയാനുണ്ട്. സൂറത്തുൽ ഫത്ഹ് ഒരാൾ പതിവാക്കിയാൽ, ദിവസവും ഓതിയാൽ, കുല്ല യൗമിൻ ഫതഹ അലൈഹി ജമിയ മുഗ്ലഖാതിഹി, അവന്റെ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അവന്റെ തടസ്സങ്ങള്, മുടക്കങ്ങള്, അതൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കും. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു കൊടുക്കും. മിൻ ഖൈർ ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെ എല്ലാ ഖൈറുകളും അല്ലാഹു എനിക്ക് നൽകും. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, പ്രയാസം അനുഭവിക്കുന്നവര്, ടെൻഷനുള്ളവർ ഓതിയാൽ അവന്റെ കാര്യം എന്താണ് അതൊക്കെ എളുപ്പാക്കി കൊടുക്കും. കടക്കാരന് ഓതിയാൽ, മദിയൂന് കടക്കാരന് ഓതിയാൽ ഖലാദൈൻ, അവന്റെ കടങ്ങളെ പെട്ടെന്ന് അല്ലാഹു വീട്ടിക്കൊടുക്കും. അൽ മസ്ജൂന്, ജയിലിൽ അടക്കപ്പെട്ട ആള്, കുടുക്കിൽപ്പെട്ട ആള് ഓതിയാൽ ഖറജ മിൻ സിജ്നത്തി, അവന്റെ ജയിലിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. അപ്പൊ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ്. സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് പതിവാക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറിയ സൂറത്താണ്, വെറും 29 ആയത്തുള്ള ചെറിയ ഒരു സൂറത്ത്. 5 മിനിറ്റ് അല്ല കൂടിയാൽ 10 മിനിറ്റ് ഇതിന് ഓതാൻ സമയം വരുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹ് പതിവാക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.